പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. വാർത്ത വായിക്കുന്നുണ്ടോ? വാർത്ത വായിക്കാൻ വിപിൻ വാർത്ത വായിക്കണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോ. ആണല്ലേ? വായിച്ചു നോക്കിയാലോ? തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ. വായിച്ചോളൂ. ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതിയുമായി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ സഹകരിക്കില്ല. ഇൻഷുറൻസ് കമ്പനികളുടെ കൂട്ടായ്മ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായതിനാൽ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ചെലവാകുന്ന പണം ആശുപത്രികൾ കൃത്യമായി തിരികെ കിട്ടുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ പ്രസ്താവന പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. വളരെ ഈസി അല്ലേ? അടിപൊളി. നമുക്ക് ആ പ്രതികരണം, അസോസിയേഷന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതെ. MOI സൈൻ ചെയ്ത് ഇൻഷുറൻസ് കമ്പനികളുമായി MOI സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിലവിലുള്ള ചികിത്സകർ തുടരും. അല്ലാത്ത MOI സൈൻ ചെയ്യാത്ത സ്ഥാപനങ്ങളിൽ ക്യാഷ്ലെസ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചികിത്സ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു PPN പ്രിഫേർഡ് പ്രൊവൈഡേഴ്സ് നെറ്റ്വർക്ക് എന്നുള്ള ഒരു സ്കീമിലുള്ള ഒരു റൈറ്റ് ഉണ്ട്, അവർക്കൊരു പാക്കേജ് റൈറ്റ് ഉണ്ട്. അതാണ് അവർ നടപ്പാക്കാൻ പോകുന്നത്. ഞങ്ങളെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന റൈറ്റ് ഇൻഷുറൻസ് കമ്പനി അല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അതിനോട് യാതൊരു ബൈൻഡിങ്ങുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്കീം കേരളത്തിൽ നടപ്പാക്കില്ല. ക്യാഷ്ലെസ് പേയ്മെന്റ്. ചോദ്യം ചോദിക്കുന്നോ? കേൾക്കുന്നില്ല. PR പ്രവീണ റെഡിയാണ്. പ്രവീണ, ഇത് ഈ സ്വകാര്യ ആശുപത്രികളിൽ ഒരുമിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണോ ഇത്? സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിൽ പറയുന്നത് ഈ ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതി നിലവിൽ കരാർ ഏർപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഏത് ആശുപത്രിയിൽ ചെന്നാലും ഇത് ചെയ്യുന്നത് റീഇംബേഴ്സ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റായി കമ്പനികൾ പണം നൽകി ചികിത്സ നൽകണം എന്നുള്ളത് അത് നടപ്പാകുന്ന കാര്യമല്ല. പ്രധാനപ്പെട്ട ആശങ്ക ഈ ക്യാഷ്ലെസ് ആയി നൽകുന്ന പണം അത് എപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ തിരികെ നൽകുമെന്നുള്ളതാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷനുകളുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. പകരം ഇൻഷുറൻസ് കമ്പനികളുടെ കൂട്ടായ്മയെ മാത്രമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പല സ്വകാര്യ ആശുപത്രികൾക്കുമുണ്ട്. ആ സ്ഥിതിയിൽ ഇനി ഈ പദ്ധതിയുമായി കൂടി സഹകരിച്ചു പോകാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കുറച്ച് ദിവസമായി കൊടുത്തു.